ഹായ്, ഹലോ. നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ ഇന്ന് മുതൽ എൻ്റെ ഹസ്ബൻഡും കൂടെ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഒരുപാട് കൺവിൻസ് ഒക്കെ ചെയ്ത് ഒരുപാട് കമ്പൽ ഇതൊക്കെയാണ് നമ്മൾ ജേണിലോട്ട് കൊണ്ടുവരുന്നത്. അതിന് കാരണമുണ്ട്. ഒരാൾ നല്ല രീതിയിൽ പാലപ്പവും സ്റ്റൂ എല്ലാം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ ഓട്സും വേവിച്ച പയറൊക്കെ കഴിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇങ്ങനെ ആഹാരം രണ്ട് രീതിയിൽ ആഹാരം വയ്ക്കാനും പാടാണ്. അതുകൊണ്ട് നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയിൽ ഇന്ന് തൊട്ട് ഞാൻ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഫാമിലിയുള്ള ആൾക്കാരെയും നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കണം. അപ്പോഴേ നമ്മുടെ വെയിറ്റ് ലോസ് ജേണി സക്സസ് ആയിട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കാം, കാര്യങ്ങളൊക്കെ ചോദിക്കാം. എത്ര കിലോ ഉണ്ടായിരുന്നു, എത്ര കിലോ കൂടി? അല്ല, ഞാൻ 74 ആയിരുന്നു, ഇപ്പം 81.5. അപ്പോൾ ടോട്ടൽ ഇനി 5.5 കിലോയുടെ കുറച്ചായി. കൂടുതൽ കുറയ്ക്കാനൊന്നും വേണ്ട. കൂടുതൽ കുറയ്ക്കേണ്ട. കൂടുവാണെങ്കിൽ ഇവർ 5-6 കിലോ ഒക്കെ കൊടുത്തോളൂ. നമ്മളാണ് 20-30 കിലോ ഒക്കെ കൂടുന്നത്. അപ്പോൾ എത്ര ദിവസം കൊണ്ട് കുറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഞാനത് ഇപ്പോൾ ഹെൽത്തി ഫൈമി ആപ്പില്ലേ, അതിൻ്റെ അകത്തേക്ക് അടിച്ചു നോക്കിയപ്പോൾ ഏകദേശം 2000 കാലറി കഴിക്കണം, 30 ദിവസം കൊണ്ട് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ 45 മിനിറ്റ്സ് എങ്കിലും വർക്കൗട്ട് ചെയ്യണം. അതോ ചെയ്യുന്നുണ്ടല്ലോ 45 മിനിറ്റ്സ്, അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഏത് വർക്കൗട്ടാണ് ചെയ്യുന്നത്? ഞാൻ ചെയ്യുന്നത് യോഗ ചെയ്യും. യോഗ ഒരു 20-25 മിനിറ്റ്സ് 30 മിനിറ്റ്സിനകത്ത് ചെയ്യും. പിന്നെ ഒരു ഏകദേശം ഒരു 10-20 മിനിറ്റോളം വെയിറ്റ് ട്രെയിനിങ് ചെയ്യും. 20-25 മിനിറ്റ്, ടോട്ടൽ ഒരു 50 മിനിറ്റോളം ചെയ്യും. 50 മിനിറ്റ് അല്ലേ? ഒരു മണിക്കൂർ? ഒരു മണിക്കൂർ വരത്തില്ല, ഒരു മണിക്കൂർ ചെയ്യും. അപ്പം 1 മണിക്കൂർ അടുപ്പിച്ച് വർക്കൗട്ട് ചെയ്യും. അപ്പം ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ കഴിക്കുന്നത് എഗ് വൈറ്റ് ഓംലെറ്റും ഒരു എഗ്ഗും ഉണ്ട്. അത് ഉച്ചയ്ക്ക് ഓട്സ്, 6 മണിക്ക് ഡിന്നറിന് ചപ്പാത്തി, ദാല് അല്ലെങ്കിൽ രാജ്മ കറി അല്ലെങ്കിൽ പനീർ കറി അല്ലെങ്കിൽ പനീർ ബുർജി, എഗ് ബുർജി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും. അങ്ങനെ കഴിക്കാൻ താല്പര്യമുണ്ടോ? അതൊക്കെ ചെയ്യണം. അതൊക്കെ രാവിലെ എപ്പോഴും അതേ ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. മിക്കപ്പോഴും രാവിലെ അതേ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത്. കാര്യം ഒരാൾ പുട്ടും പഴവും വാലപ്പകല കഴിക്കുന്നതാണ്, ഇവിടെ കൺട്രോൾ പോകും. അപ്പോൾ ഞാൻ കാര്യമായിട്ട് വെയിറ്റ് കുറഞ്ഞിട്ടില്ല, 4 കിലോ കുറഞ്ഞുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരാൾ കൂടെ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് രണ്ടുപേരും കൂടെ ചെയ്യാം. അത് കാലറി എല്ലാം കൗണ്ട് ചെയ്ത് കൃത്യമായിട്ട് ഡയറ്റിൻ്റെ ട്രാക്കിലൂടെ നമുക്ക് പോവാം. പിന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം വെയിറ്റ് ലോസ് ജേർണി എന്ന് അറിയാമോ? ശരിക്കും ഉറങ്ങണം. ശരിക്കും ഉറങ്ങണ്ട, 7 മണിക്കൂർ അത്ര ഉറങ്ങാൻ മതി. പിന്നെ വെള്ളം എത്ര ഗ്ലാസ് കുടിക്കും? വെള്ളം ഞാൻ ഇപ്പൊ തന്നെ 3 ലിറ്ററോളം കുടിക്കുന്നുണ്ടല്ലോ. ഭയങ്കര ഒരുപാടും വേണ്ട, കുറവും വേണ്ട, ഒരു 12-15 ഗ്ലാസ് കുടിച്ചാൽ മതി വെള്ളം. പിന്നെ വെള്ളമായി ഉറപ്പായി. പിന്നെ സ്ട്രെസ് ലെവലൊക്കെ കുറവായിരിക്കണം. നമ്മൾ ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പോകുന്ന പോലെ തന്നെ കുറേ തിരിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കത് ഭയങ്കര ഒരു ടെൻഷനുള്ള കാര്യമാണ്. നമ്മൾ അയക്കുന്ന പ്രൊഡക്ട്സ് എല്ലാം തിരിച്ച് വരുന്നത് യൂസ്ഡ് പ്രൊഡക്ട്സ് ഒക്കെയാണ് തിരിച്ചൊക്കെ വരുന്നത്. അപ്പോൾ അത് ഭയങ്കര ഓൺലൈൻ ബിസിനസ് ടെൻഷനുള്ള പരിപാടിയാണ്. അപ്പോൾ സ്ട്രെസ്സൊക്കെ കുറച്ച് ഇരിക്കണം. പിന്നെ ഇതിനൊന്നും സ്ട്രെസ് ഒന്നുമില്ല. നമ്മളിപ്പം ഷോപ്പിലാണെങ്കിൽ പോലും ഡെഡ് സ്റ്റോക്ക് വരുന്നില്ല. ഇതങ്ങനെയല്ല, ഇത് വരുത്തുന്നതാണ്. അപ്പോൾ ഉറക്കം, നമ്മുടെ സ്ട്രെസ് കുറവായിരിക്കണം, നന്നായിട്ട് ഉറങ്ങണം, നന്നായിട്ട് വെള്ളം കുടിക്കണം. പിന്നെ ഓരോ മീൽ സ്റ്റോപ്പും പ്രോട്ടീന് വെജീസ് ആഡ് ചെയ്യണം. വെജിറ്റബിൾസ് നന്നായിട്ട് കഴിക്കും കേട്ടോ. കാര്യം ഞാൻ സാലഡൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരു വലിയ പ്ലേറ്റ് നിറച്ച് കൂടുതൽ വെജിറ്റബിൾസ്, കുറച്ച് ഫ്രൂട്ട്സ്. അപ്പോൾ അത് കൂടുതൽ കഴിക്കുന്ന ഒരു ഹസ്ബൻഡ് തന്നെയാണ്. എനിക്ക് ഭയങ്കര പാടാണ് വെജിറ്റബിൾസ് ഇങ്ങനെ റോ ആയിട്ട് കഴിക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഇപ്പം തോരനൊക്കെ ആണെങ്കിൽ ഞാൻ ശരിക്കും കഴിക്കും. പക്ഷേ ഇങ്ങനെ റോ ആയിട്ടുള്ള വെജിറ്റബിൾസ് കഴിക്കാൻ വലിയ പാടാണ്. പക്ഷേ ഞാൻ ഹസ്ബൻഡ് നന്നായിട്ട് കഴിച്ചോളും. വെജിറ്റബിൾസ് കഴിച്ചോളും, ഫ്രൂട്ട്സ് ഇഷ്ടംപടി കഴിച്ചോളും. ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കേണ്ട, അതിൽ ഫ്രക്ടോസ്, നാച്ചുറൽ ഷുഗർ ഉണ്ട്, നമുക്ക് നല്ലതാണ്. പക്ഷേ അളവ് കൂടുതൽ കഴിക്കേണ്ട, അത് വെയിറ്റ് ലോസിനെ അത് ബാധിക്കും. ഇത് അതിൻ്റെ പക്ഷേ എനിക്കൊരു കണ്ടീഷൻ കൂടെ ഉണ്ട്. കാരണം കിച്ചൺ എനിക്കൂടെ യൂസ് ചെയ്യാൻ തരണം. കാരണം എനിക്ക് പുതിയ ഐറ്റംസ് അതിനകത്ത് പരീക്ഷിക്കണം. അപ്പം അതിനുവേണ്ടി വേണം കിച്ചൺ വേണം. ആയിക്കോട്ടെ ചെയ്തോട്ടെ, നമുക്ക് അതും കൂടെ മാറി കിട്ടുമല്ലോ. പിന്നെ അത് ഓക്കെ. പിന്നെ എന്ത് പറയുന്നു, അപ്പോൾ ഇത് ഹസ്ബൻഡ് ഹെൽത്തി ഫൈവ് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഹൈറ്റ്, വെയിറ്റ്, ജെൻഡർ, ഇപ്പോൾ എത്ര സമയം എക്സസൈസ് ചെയ്യുന്നൊക്കെ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കാലറി വേണം, ഇത്ര കുറയണമെങ്കിൽ ഇത്ര കാലറി വേണമെന്നൊക്കെ അതിൽ എഴുതി വരും. ഇവർ കഴിക്കുന്ന ഓരോ ഫുഡും ഫോട്ടോ എടുത്തിടുവാണെങ്കിൽ ഇത്ര കാലറി എന്ന് പറഞ്ഞ് അതിൽ വരും. ഇപ്പോൾ ഒക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. നല്ല ഇതൊക്കെ സംവിധാനമൊക്കെ നല്ലതായിട്ടുണ്ട്. ഞാൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. അപ്പം ഹസ്ബൻഡ് എല്ലാം ടെക്നോളജി നന്നായിട്ട് യൂസ് ചെയ്യും. ഞാൻ അതിന് കുറച്ച് ബാക്കാണ്. അപ്പം പിന്നെ ഓരോ മീലിലെയും കാലറി ട്രാക്ക് ചെയ്യണം. അതിൽ വെള്ളമൊക്കെ കുടിച്ചോ എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അല്ലേ എല്ലാം ചെയ്യാൻ പറ്റും. എല്ലാം ചെയ്യും. വെള്ളത്തിൻ്റെ നമ്മൾ കുടിക്കുന്ന വെള്ളമൊക്കെ അതിൽ ഇത്ര ഗ്ലാസ് കുടിച്ച് എൻ്റർ ചെയ്യുന്ന പോലെ അത് റിമൈൻഡ് ചെയ്ത് ഓർമ്മിച്ചു കൊടുക്കും നമ്മളെ. പിന്നെ രാവിലെ 6 മണിക്ക് എഴുന്നേൽക്കണം. രാത്രി 9-10 മണിയൊക്കെ ആകുമ്പോൾ ഉറങ്ങണം.
പിന്നെ ഉറങ്ങുന്നതിന് മുൻപായിട്ട് 1 മണിക്കൂർ മുമ്പ് തന്നെ ലാപ്ടോപ്പ്, ഫോണ്, അങ്ങനെയുള്ള എല്ലാ ഇലക്ട്രോണിക് ഡിവൈസും മാറ്റി വെക്കണം. ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടാൻ വേണ്ടിയാണ് അത്. പിന്നെ എന്തൊക്കെ ശ്രദ്ധിക്കണം? പിന്നെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അതിപ്പോൾ നീയോ ചെയ്യണം, അല്ലാതെ ഫുൾ ടൈം മൊബൈൽ അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു നല്ലൊരു ഹെൽത്തി ആയിട്ടൊരു ഹോബിയും കൂടെ നമ്മൾ കണ്ടുപിടിക്കണം. അത് ഗാർഡനിങ് ആവാം. ഗാർഡനിങ് നല്ലത്. നമ്മുടെ അടുക്കളത്തോട്ടത്തിലൊക്കെ ഗാർഡനിങ് ചെയ്യാം, അടുക്കളത്തോട്ടവും ചെയ്യാം. ചീരയൊക്കെ നല്ലതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചീരയൊക്കെ ഇടുവാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് നമ്മുടെ തോട്ടത്തിൽ തന്നെ നമുക്ക് ചീര കിട്ടും. എന്തെങ്കിലും ഒരു ഹോബിയും കൂടെ അഡീഷണൽ ഒരു ഹോബിയും കൂടെ വെക്കണം. എന്ത് ഹോബിയാണ് വെക്കുന്നത്? ഗാർഡനിങ് മതി. കിച്ചൺ ഗാർഡനിങ് ഒക്കെ ശരിയാക്കാം. അപ്പം നമുക്ക് ചീര ഇടുവാണെങ്കിൽ നമുക്ക് നമ്മുടെ തന്നെ തോട്ടത്തിലെ ചീര നമുക്ക് കഴിക്കാം. അതിന് ഏതെങ്കിലും ഒരു ബുക്ക്, ഏത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്ക് ഒരു 5-6 പേജ് വായിക്കണം. കേൾക്കാൻ പറ്റുന്നത് കേൾക്കുന്നതുകൊണ്ട് ഗുണമില്ല. ഹാർഡ് കോപ്പി നമ്മളിങ്ങനെ ബുക്ക് തന്നെ വായിക്കണം. അത് വേറൊരു പുതിയ ബുക്ക് ഭയങ്കര ഹിറ്റ് ആയിട്ടുണ്ടെന്ന് നമ്മുടെ ഓൺലൈനിൽ നമ്മൾ സാധനമൊക്കെ നമ്മുടെയൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ആൾക്കാർ വന്ന് നമ്മുടെയൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്ന സാധനം കൊണ്ടുപോകുന്നു. അവരെ പറഞ്ഞത് ആനന്ദി കെയർ ഓഫ് അതിന്റെ പേര് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാമേ. ആനന്ദി കെയർ ഓഫ് ഭയങ്കര അവർക്ക് 2500 ബുക്കിന്റെ കോപ്പി അവർക്ക് അല്ലെ 2500 ഓർഡർ ഡെയിലി 2500 പീസ് ഓർഡർ ഉണ്ട് ആ ബുക്കിന്. അപ്പൊ ആനന്ദി കെയർ ഓഫ് എന്നൊക്കെ പറഞ്ഞൊരു പേരായിരുന്നു. ഞാൻ ഗൂഗിളിൽ അടിച്ച് നോക്കിയായിരുന്നു. മലയാളം കോപ്പി മാത്രമേ ഉള്ളൂ. അതിന്റെ മലയാളമാണത്. അപ്പം ഏതെങ്കിലും ബുക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ നോവലൊന്നുമല്ല, സെൽഫ് ഇംപ്രൂവ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും ബുക്കുകൾ, ഒരു പുതിയ ലാംഗ്വേജ് പഠിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണലി ഡെവലപ്പ് ചെയ്യുന്ന ഏതെങ്കിലും ബുക്ക് ആയിരിക്കണം. അത് ചെറുകഥ, നോവല് അങ്ങനത്തെ ഒന്നും പാടില്ല കേട്ടോ. ആ ബുക്ക് വാങ്ങണം എന്ന് ഞാൻ ഓർത്തായിരുന്നു. ഇത്രയും പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും നല്ല രസമായിരിക്കും ബുക്ക്. അപ്പോൾ അത് വാങ്ങണമെന്നുണ്ട്. അപ്പം അത് അത്രയും ചെയ്യാം. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കണോ? വേറെ ഒന്നുമില്ല, വേറെ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ മതി. ഇതിപ്പോ പറയുകയും ചെയ്യുന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് അതെങ്ങനെയെങ്കിലും കഴിക്കുന്ന കാണുമ്പോഴത്തേക്കും ഞാൻ കഴിച്ചു പോകും. എൻ്റെ 4 കിലോ കുറഞ്ഞുള്ളൂ. അപ്പോൾ ഇന്നൊരു കമൻറ്റ് വന്നിരുന്നു, പിന്നെ 9 കിലോ കുറഞ്ഞെന്ന് പറഞ്ഞ് നമ്മുടെ ഒരു യൂട്യൂബ് ഫാമിലിയുടെ ഒരു മെമ്പറും പിന്നെ വെയിറ്റ് സ്റ്റക്കായി നിൽക്കുന്നു പറഞ്ഞ് കമൻറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ എന്ത് ചെയ്യണം? എന്തുകൊണ്ടായിരിക്കണം വെയിറ്റ് സ്റ്റക്കായി പോയത്? കാര്യം ഒന്നുകിലും സ്ട്രെസ് നല്ല രീതിയിൽ കാണുമായിരിക്കും. ഒരു വെയിറ്റ് ലോസ് ജേർണി സമയത്ത് നമ്മളിങ്ങനെ ഫുഡ് കൺട്രോൾ ചെയ്യുന്നു, എക്സസൈസ് ചെയ്യുന്നു, അത് ചെയ്യുന്നു. അപ്പോൾ ഒരു കുറച്ച് സ്ട്രെസ് വരാൻ സാധ്യതയുണ്ട്. സ്ട്രെസ് ആയിരിക്കണം മെയിൻ കാരണം. അല്ലെങ്കിൽ ഓവർ ഈറ്റിങ്, നമുക്ക് കഴിക്കേണ്ട കലറികൾ കൂടുതൽ കഴിക്കുക അല്ലെങ്കിൽ കുറച്ച് കഴിക്കുക. നമുക്കൊരു ദിവസം 1300-1200 കാലറിയെങ്കിലും കഴിക്കണം. അതിലും കുറഞ്ഞു പോവുകയാണെങ്കിൽ ഒരു പ്രത്യേക പോയിന്റ് വരെ വെയിറ്റ് വന്നിട്ട് സ്റ്റക്കായി പോകും. അപ്പോൾ അങ്ങനെ അതുമാണ് ശ്രദ്ധിക്കണം. പിന്നെ വെള്ളം കറക്റ്റായിട്ട് കുടിക്കുന്നുണ്ട് നോക്കണം, നന്നായിട്ട് ഉറങ്ങുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. ഇതൊക്കെ നോക്കണം. പിന്നെ ഡയറ്റിൽ ഫൈബർ റിച്ച് ഫുഡ് അത് ആഡ് ചെയ്യണം. പിന്നെ പ്രോട്ടീനും നല്ല രീതിയിൽ ആഡ് ചെയ്യണം. ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ഒരാഴ്ചയെല്ലാം കഴിയുമ്പോഴത്തേക്കിനും അത് വെയിറ്റ് കുറയാൻ തുടങ്ങിക്കോളും. കൂടുതൽ അതിനെക്കുറിച്ച് സ്ട്രെസ് ചെയ്യേണ്ട. ഒരു മാസം 9 കിലോ കുറയുന്ന പറഞ്ഞാൽ വലിയ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അത്രയും കുറയേണ്ട കാര്യമില്ല, 5-6 കിലോ ഒക്കെ കുറഞ്ഞാൽ മതി. അങ്ങനെ കുറയുമ്പോഴേ നമുക്കത് തിരിച്ച് വരാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതൊന്ന് ഓർക്കണം. ഇന്നത്തെ വെയിറ്റ് കാണിക്കണം. ആഴ്ച വെയിറ്റ് കാണിക്കണം. ഞാൻ കാണിക്കാത്ത കാരണം 4 കിലോ കുറഞ്ഞിട്ടുള്ളൂ. അപ്പം ആഴ്ച കാണിക്കുമ്പോൾ ഇപ്പോൾ ഇന്നിപ്പോൾ 77 ആണെങ്കിലും അടുത്ത ദിവസം നോക്കുമ്പോൾ 77-500 ആയിരിക്കും കൂടി. അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ടാണ്. അപ്പോൾ ഹസ്ബൻഡ് കൂടെ ജോയിൻ ചെയ്ത് കാരണം എൻ്റെ വെയിറ്റ് നന്നായിട്ട് കുറയുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആഴ്ച വെയിറ്റ് കാണിക്കാം. പിന്നെ ആഴ്ച 1 കിലോ 1.5 കിലോ കുറയുവാണെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട് കാണിക്കാനായിട്ട്. ഇപ്പോൾ മൊത്തത്തിൽ 4 കിലോ കുറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വെയിറ്റ് അധികം കാണിക്കാത്തത്. പക്ഷേ ഹസ്ബൻഡ് ഇങ്ങനെ കമ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ നല്ലതായിട്ട് സിൻസിയറായിട്ട് ചെയ്യും. എനിക്ക് ഉറപ്പുണ്ട് സിൻസിയറായിട്ട് ചെയ്യുമെന്ന്. കാര്യം എന്തോ കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. കടലമിഠായി എന്തോ കഴിക്കണമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനാ പറഞ്ഞ കടലമിഠായി കഴിക്കേണ്ടത്. കാര്യം ഒരു പീസ് കഴിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷേ ഒരു പീസ് നമ്മൾ നിർത്തുകയില്ല. ആ പാക്കറ്റ് മുഴുവൻ നമ്മൾ തിന്നും. അതാണ് കടലമിഠായിയുടെയൊക്കെയുള്ള പ്രത്യേകത. പിന്നെന്തായിരുന്നു? ഓക്കെ, അപ്പോൾ നമുക്ക് വെയിറ്റ് കാണിക്കാം. കുറയുന്നതനുസരിച്ച് അടുത്ത ആഴ്ച വെയിറ്റ് അപ്ലോഡ് ചെയ്യാം. അപ്പോഴത്തേക്കും നിങ്ങളും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഈ വെയിറ്റ് ലോസ് ജേർണിയിൽ പങ്കെടുപ്പിക്കണം. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നമ്മുടെ ഡയറ്റ് തന്നെ അവരും കഴിക്കുമ്പോൾ നമുക്ക് ട്രാക്കിൽ തന്നെ പോകാനായിട്ട് ഒരു യൂസ്ഫുൾ ആയിരിക്കും അത്. അപ്പോൾ നിങ്ങൾക്കും അത് യൂസ്ഫുൾ ആയിരിക്കും. അപ്പം നിങ്ങൾ ഫാമിലി മെമ്പേഴ്സിനെ കൂടെ ജോയിൻ ചെയ്യിക്കണം. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.